അത്രയേറെ സുന്ദരമായ ഗ്രാമം. ഒരു മഴക്കാലത്തിന്റെ തണുത്ത കാറ്റിൽ തേയിലത്തോപ്പുകൾ കുളിർന്നിരുന്നു. മലമുകളിലെ അരുവികൾക്ക് പുതുജീവൻ തുടിച്ചു. മഴക്കാലത്തിന്റെ തുടക്കം. മുണ്ടക്കയിലേക്കുള്ള യാത്ര വയനാട്ടുകാർക്ക് എന്നും ഹരമായിരുന്നു. പച്ച പരവതാനി വിരിച്ച തേയിലക്കുന്നുകൾ, കുഞ്ഞരുവികൾ, വയനാടിന്റെ മനോഹാരിത ഒപ്പിയെടുത്ത പ്രദേശവും അത്രയേറെ നന്മയും സ്നേഹവും നിറഞ്ഞ ഒരുപറ്റം ജനങ്ങളും. മലനിരകൾക്കിടയിലൂടെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന തോട്ടം തൊഴിലാളികളും ഗ്രാമീണരും. സ്വപ്നങ്ങളിലേക്ക് നടന്ന ഗ്രാമം. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച തേയിലത്തോട്ടമായിരുന്നു മലമുകളിലെ ആദ്യത്തെയും അവസാനത്തെയും ആശ്രയം. കൊളുന്ത് നുള്ളി ശേഖരിക്കുന്ന വരുമാനം സ്വരൂപിച്ച് ജീവിച്ച മനുഷ്യർ. നല്ല ഉറക്കത്തിലായിരുന്നു എല്ലാവരും. നാളെ നേരത്തെ എഴുന്നേറ്റ് പണിക്ക് പോകാനും സ്കൂളിൽ പോകാനുമൊക്കെ ഉള്ളതാണ്. ഹോംവർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതൊക്കെയായിരുന്നു അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ ചിന്ത. ഏറെ സന്തോഷത്തോടെ സന്ധ്യയാകുന്നതുവരെ കൂട്ടുകാരുമൊത്ത് കളിച്ചവർ, സംസാരിച്ചവർ. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത, സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും ഇരമ്പലില്ലാത്ത മൃതശരീരങ്ങൾ മാത്രമായവർ മാറി. മറ്റൊരു ഭാഗത്ത് ഉറ്റവരെയും ഉടയവരെയും എങ്ങെന്നില്ലാതെ നഷ്ടപ്പെട്ട് അനാഥരായവർ. കേരള മനസാക്ഷിയെ ഒന്നടങ്കം നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. ഓരോ മലയാളിയും ഓർക്കാൻ മടിക്കുന്ന കണ്ണീരിന്റെ നനവാർന്ന ദിവസം 2024 ജൂലൈ 30. അധ്വാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളുടെയും ഭൂമി ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി. സർവമത പ്രാർത്ഥനയോടെയാണ് അവരെ യാത്രയാക്കിയത്. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾക്ക് പ്രത്യേക നമ്പറുകൾ നൽകിയ കുഴിമാടങ്ങൾ, 180 ശരീരഭാഗങ്ങൾ, 298 മൃതദേഹങ്ങൾ. ഇങ്ങനെയാണ് സർക്കാർ കണക്കുകൾ. ഇനി ഒരിക്കലും ഇങ്ങനൊരു നാൾ വരാതിരിക്കട്ടെ. കണ്ണീരണിഞ്ഞ കാഴ്ചകൾ കാണാതിരിക്കട്ടെ. ഉറ്റവരെ നഷ്ടപ്പെടാതിരിക്കട്ടെ. അനാഥരാവാതിരിക്കട്ടെ. മഹാദുരന്തത്തിൽ പൊലിഞ്ഞവർക്ക് മുണ്ടക്കൈ എന്ന ഗ്രാമത്തിന് പ്രണാമം.